അപ്പൊ ദേ ഇന്ന് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഇന്ന് നേരത്തെ പോയി, അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കിയില്ല രാവിലെ, അല്ലെങ്കിൽ പുട്ടായിരിക്കും ഇന്ന്. അപ്പൊ ഞാൻ ആദ്യം വെള്ളം എടുത്തോണ്ട് വരും കേട്ടോ. വെള്ളം എടുക്കാൻ അപ്പൊ മടിയാ, പാത്രം എടുക്കുന്നൂടെ വെള്ളം എടുത്തോണ്ട് വരും. അപ്പൊ നമുക്ക് ഗോതമ്പ് ദോശക്കുള്ള സംഭവങ്ങള് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഉപ്പിട്ടു, ഗോതമ്പ് പൊടി കണക്കൊന്നുമില്ല കേട്ടോ. ഞാനിതിന് വെള്ളത്തിന് പാകത്തിന് അങ്ങ് ഇടും. ഒന്ന് ലൂസായിട്ട് കിട്ടാൻ പാകത്തിന്. ധാരാളം, എനിക്ക് മാത്രം മതിയേ, അതാണ്. ഇനി ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർക്കാൻ പോവാണേ. ഇതാണ് സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. ഈ ഗോതമ്പും ഉപ്പും ഇട്ട് തിന്നു കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ലല്ലോ. പിന്നെ ഒരു മുട്ടയും കൂടെ വെട്ടി. ഇങ്ങനെ വെട്ടും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. കുറച്ച് പ്രോട്ടീൻ കൂടി ഇതിൽ പെട്ടില്ലേ. അപ്പൊ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് കറി ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അതിരിപ്പുള്ളതുകൊണ്ട് നമുക്ക് ഗോതമ്പ് ദോശ സുഖമായിട്ട് ഉണ്ടാക്കാം. ചൂടായി വന്നിട്ടുണ്ടേ. നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ പണി പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. മുട്ടയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ല ഫൈനായിട്ട് ഇത് വരും. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്നാവും കേട്ടോ. അതായത് ഉണ്ട് ഇതിന്റെ കുമ്പള പോലെ പൊന്തി വന്നേക്കുന്നേ. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് ചപ്പാത്തി ചൂടാൻ മടിയുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഡിന്നറാണ് കേട്ടോ. ഗോതമ്പ് മാവ്, ഉപ്പ്, മുട്ട എല്ലാം കൂടെ മിക്സ് ചെയ്യുക, ഒഴിക്കുക. കറി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പം നമ്മൾ ഒരെണ്ണം ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോ. സോ സോഫ്റ്റ്, പ്ലാല പോലെ ഇരിക്കുന്നു. പ്ലാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാവില എന്ന് പറയും. പണ്ടത്തെ ആൾക്കാർ പറയുന്ന പ്ലാല പോലെ ഇരിക്കുന്നെന്ന് പറയും, പ്ലാവില. കറണ്ട് പോയിട്ടോ, മറിച്ചിടുകയാണ്. കറണ്ട് വന്നല്ലോ. അതണ്ട കൊമള വരുന്നതുണ്ടോ. മുട്ട ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ കൊമള വരുന്നത്. പിന്നെ നൈസായിട്ട് പരത്തിയേക്കുന്നുണ്ട്. നമുക്കിത് എടുക്കാം. ഓക്കെ, സൂപ്പർ ദോശ, മുട്ട ദോശ. എല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആയില്ലേ. അങ്ങനെയാണ് നല്ല താമസിച്ച് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഈ സാധനം മിനുവിന് രാവിലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക. കറി ഉണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കും, പക്ഷെ അങ്ങനെ താല്പര്യമില്ല. എനിക്ക് വേണ്ട എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. ഞാൻ തന്നെ എളുപ്പം ഉണ്ടാക്കാലോ. ഇതാ മറിച്ചിട്ടു, തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കൊടുക്കപ്പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കൊടുക്കപ്പെണ്ണേ, കൊടുക്കപ്പെണ്ണേ, കൊടുക്കപ്പെണ്ണേ. അങ്ങനെ ചായ തിളച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ ദോശ പൊരിയുന്നു, ഇവിടെ ചായ തിളച്ചിരിക്കുന്നു. അപ്പൊ നമുക്കിതേ ചായ ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് ഊറ്റാം. അരിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് കറക്കി ഇങ്ങനെ അങ്ങ് ഊറ്റിയെടുക്കും. That's all. ചായ റെഡി, ദോശ റെഡി, പരിപ്പ് കറി റെഡി. ഇനി കഴിച്ചാൽ മതി കേട്ടോ. ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഒരു ഇരുട്ട്.
അപ്പം ഞാൻ ദേ കഴിക്കട്ടെ കേട്ടോ. പരിപ്പ് കറിയൊക്കെ കൂട്ടി നല്ല ടേസ്റ്റിയാ. പരിപ്പ് കറി ചാറായിട്ടിരിക്കണ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അങ്ങനെ കുഴഞ്ഞിരിക്കണം. നല്ല രുചിയാ. ഓ വാവ്, സൂപ്പർ ടേസ്റ്റി. അടിപൊളിയാ. ഗോതമ്പ് ദോശയും പരിപ്പ് കറിയും നല്ലതാ. ഗോതമ്പ് ദോശയുടെ കൂടെ എന്ത് കറിയും നല്ലതാ കേട്ടോ. ഇറച്ചിയോ മീനോ, ചിലപ്പോൾ മീൻ കൂട്ടി കഴിക്കും ഞാൻ. അടിപൊളിയാണേ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 11 മണി. നമ്മളിങ്ങനെയൊക്കെയാണ്. വിനു നേരത്തെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങനെയൊക്കെ ഉണ്ടാവും.